ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു പ്ലാന്റഡ് ടാങ്ക് റീസ്കേപ്പ് ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് നമ്മളിതിൽ വെള്ളമൊക്കെ മാറ്റി നമ്മളതിൻ്റെ പ്ലാന്റ്സൊക്കെയും റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഒപ്പം ഇതിൽ നമ്മളെ ഈ നിയോഡട്രൈനൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഇപ്പോൾ പ്ലാന്റ്സ് 1 by 1 ആയിട്ട് നമുക്കത് റിമൂവ് ചെയ്യണം. നമുക്കതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് പ്ലാന്റ്സ് വളർന്നിരിക്കണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല, കാരണം നമ്മളൊരു 3 മാസം മുമ്പ് സെറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിത് പ്ലാന്റ്സ് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ഒരു 3 മാസം മുമ്പ് ചെയ്ത ഒരു ടാങ്കാണിത്. അപ്പോൾ നമ്മൾ ഈ ചെടികളൊക്കെ എങ്ങനെയാണ് വളർന്നു പോയിരിക്കണതെന്നൊന്നും അറിയത്തില്ല. നമ്മളിപ്പോൾ ഈ ഒരു 3 മാസത്തിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ കംപ്ലീറ്റ്ലി നമ്മൾ ആ പ്ലാന്റ്സ് എല്ലാം എടുത്ത് നമ്മൾ ഇപ്പോൾ ഒരു റീസ്കേപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ടൂസർ വെച്ചിട്ടാണ് നമ്മൾ അത് പ്ലാന്റ്സ് എടുക്കുന്നത്. നമ്മൾ ഈ ടൂസർ നമ്മൾ ഇതിന് വേണ്ടി മാത്രമായി സെപ്പറേറ്റ് ഒരെണ്ണം മേടിച്ചതാണ്. ഇതിൻ്റെ ഒരു സിസറും വരുന്നുണ്ട്, ഏകദേശം ഈ ലെങ്ത്തിൽ തന്നെയാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാ സിസർ ലെങ്ത്ത് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്യാനും, അതേപോലെ തന്നെ നമ്മൾ ഈ ടൂസറും ലെങ്ത്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൈ മുഴുവനായിട്ട് വെള്ളത്തിൽ മുക്കി പ്ലാന്റ്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ലെങ്ത്തുള്ള ഈ ടൂസർ മേടിക്കുന്നത്. നമ്മൾ പ്ലാന്റുകളൊക്കെ കയറുകയും ചെയ്യുന്നവർ എന്തുകൊണ്ടായാലും ഇങ്ങനെ ഒരു ടൂസറും ഒരു സിസറും മേടിക്കുന്നത് എന്തുകൊണ്ട് ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. വളരെ സുഖമാണ് നമുക്ക് ആ പ്ലാന്റിൽ നിന്ന് മറ്റേ അക്വേറിയത്തിൽ നിന്ന് കറക്റ്റായിട്ട് നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് നമുക്ക് ആ വേരിൻ്റെ ഭാഗത്ത് പിടിച്ച് നമുക്കത് പൊക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ കുറേ ലീവ്സും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ എടുക്കുമ്പോഴേക്കും കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ എന്തായാലും വരും, അത് സ്വാഭാവികമാണ്. നമുക്ക് എന്തായാലും 1 by 1 ആയിട്ട് ഓരോന്നോരോന്ന് നമുക്ക് എടുക്കാം. എന്തായാലും ഒരു കാര്യം മറന്നുപോയി, നമ്മൾ ആ വെള്ളം നമ്മൾ വേറെ കുറച്ച് മാറ്റിയെടുക്കണമായിരുന്നു. മാറ്റിയെടുത്തിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫിഷസ് ഓൾറെഡി അതിനകത്ത് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ വെള്ളം മാറ്റിയെടുക്കാത്തത് കൊണ്ട് നമ്മൾ ഈ പ്ലാന്റ്സ് ഇങ്ങനെ പൊക്കുമ്പോൾ ആകെ വെള്ളം കലങ്ങാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ആ കലങ്ങിയ വെള്ളത്തിൽ വേണം ഇനിയിപ്പോൾ മീനുകളൊക്കെ പിടിച്ചിടാൻ. അതൊരു ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. കുഴപ്പമില്ല, നമുക്കിനി അടുത്ത പ്രാവശ്യം ഇവിടെ ശരിയാക്കാം. നമ്മൾ മുഴുവൻ പ്ലാന്റ്സും നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം അതിനകത്ത് കുറച്ച് ഫിഷസ് മാത്രമേ ഉള്ളൂ, കുറച്ച് നിയോഡട്രയും ഒരു ഓട്ടോസിംഗ്ലസ് അതും കൂടിയിട്ടാണ് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാം ക്ലീനാക്കി. നമ്മളിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സോയിലിൻ്റെ അടിവശം മൊത്തം ഇങ്ങനെ ചെളി പിടിച്ച പോലെയാണ് കിടക്കുന്നത്. ഇത് നമ്മൾ ചെടികളൊക്കെ വേറെ മാറ്റി ഒരു ബക്കറ്റിൽ ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്ന അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് ഇപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് വേറൊരു ബക്കറ്റിലേക്ക് നിറയ്ക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഷസിനെ മൊത്തം ഈ സെയിം വെള്ളത്തിൽ തന്നെ വേണം നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് മാറ്റണം. കാരണം വേറെ വെള്ളത്തിലാണെങ്കിൽ അതിൻ്റെ pH-ഉം ടെമ്പറേച്ചറും ഒക്കെ വേറെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ മീനുകൾ പെട്ടെന്ന് ചത്തുപോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ സെയിം വെള്ളം തന്നെ ആണ് നമ്മൾ ഈ മീനുകൾക്ക് ഉപയോഗിക്കുന്നത്.
ഇത് നമ്മുടെ ഒരു ഫൈറ്റർ ഫിഷാണ്. നമ്മൾ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ കയ്യിലുള്ളതാണ്. അപ്പം നമ്മൾ ഇവനും കൂടി കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക്. ഇത് ഞങ്ങളുടെ പണ്ടത്തെ ഒരു ടാങ്കാണ്. നമുക്ക് ഈ ടാങ്കിൻ്റെ അടിയിൽ എന്തായാലും ഇങ്ങനെ വെക്കാം. ഇത് കുറച്ച് ഗ്ലോ ഫിഷസ് ആണ് ഇതിനകത്തുള്ളത് ആക്ച്വലി. ഇത് നമ്മുടെ പുറമത്തെ ഒരു ടാങ്കാണ്. അപ്പം നമ്മൾ നമ്മുടെ പ്ലാന്റിൻ്റെ അക്കരത്തിൽ ചെടികളൊക്കെ ഒന്ന് വലുതായപ്പോൾ അതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ അത്യാവശ്യം കുറച്ച് വളർന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി എൻഡോട്രൈനും ഓട്ടോൺ സിഗ്നൽസിനെയും നമ്മൾ വേറെ ഒരു ബക്കറ്റിലേക്ക് മാറ്റിയിടുമ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഈ ഒരു ചെടീനകത്തേക്ക് വെക്കുന്നുണ്ട്. കാരണം ഈ രണ്ട് ഫിഷസിനും ഈ ചെടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് വരാൻ ചാൻസ് കൂടുതലാണ്. ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ നിന്ന് മാറ്റിയിടുന്നതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ചെടി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. കുറച്ച് സ്നെയിൽസ് ഉണ്ട് അതിൻ്റെ അകത്ത്, കുഴപ്പമില്ല സാറിൻ്റെ. ഇനിയാണ് നല്ല പണി. കാരണം ഇനിയിപ്പോൾ ഈ ടാങ്കിൽ നിന്ന് ഇവന്മാരെല്ലാം പിടിക്കണം. എൻ്റെ കയ്യിൽ ചെറിയൊരു വലയുണ്ട്, അതൊന്ന് വെച്ച് നോക്കി നോക്കാം. തോന്നുന്നില്ല അത് കിട്ടുമെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ തുമ്പത്ത് ചെറിയൊരു കുറ്റി പോലെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ മൂലയിൽ അത് തട്ടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല. നമുക്ക് ഈ ശ്രമം ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ കയ്യിൽ വേറൊരു വലയുണ്ട്, അത് കറക്റ്റ് സ്ക്വയർ പോലത്തെ ഒരു വലയാണ്. നമുക്ക് അത് വെച്ചിട്ടൊന്ന് പിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. കാരണം അതാകുമ്പോൾ മറ്റേ ഗ്ലാസ് ടാങ്കിൻ്റെ കറക്റ്റ് മൂലകളിൽ നമുക്ക് മീനെ നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് പിടിക്കാം. എന്തായാലും നമുക്ക് നോക്കാം അത് വെച്ചിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുമെന്ന്. എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടി സൗകര്യം എന്ന് തോന്നുന്നു മറ്റേ ഒരു വലയിനേക്കാളും. ആ വലയല്ല ആക്ച്വലി, അതൊരു മീനെ പിടിക്കുന്ന വലയല്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കാം, കണ്ടാൽ നമുക്ക് മനസ്സിലാവുമായിരിക്കും. അത് നമ്മൾ ചായക്ക് മാറ്റുന്ന ഒരു ചെറിയൊരു വലയാണിത്. ഇതാണ് ആക്ച്വലി മീനെ പിടിക്കാൻ പാകത്തിലുള്ളൊരു വല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ചെയ്യുന്നുണ്ട്. കാരണം കറക്റ്റ് മൂലകളിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആ മീനെ കറക്റ്റ് നമുക്ക് പിടിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ നിയോൺ ടെട്ര കുറച്ചൊരു അഡ്വാൻസ്ഡ് ഫിഷാണ്. അതായത് നമ്മൾ കറക്റ്റ് ടെമ്പറേച്ചറും pH ഒന്നും കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ചത്തുപോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ മീനുകളൊക്കെ പിടിച്ച് ആ ബക്കറ്റിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 നിയോൺ ടെട്രയും ഒരു ഓട്ടോ സിംഗ്ലസാണ് ഉള്ളത് ടോട്ടൽ. ഇതാണ് ഫുള്ള് എല്ലാം മാറ്റിയതിന് ശേഷമുള്ള ടാങ്കിൻ്റെ അവസ്ഥ. ഇത് നമ്മൾ സാധാ ഒരു നോർമൽ ഒരു പമ്പാണ്, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഇതിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മറ്റേ ഹാങ് ഓൺ ഫിൽറ്റർ ഒന്നും ഇതിൽ വെക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു സാധാ നോർമൽ പമ്പ് നമ്മൾ ഇതിനകത്ത് തൽക്കാലത്തേക്ക് ഒരു എയറേഷന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ബാക്കിൽ അത് കറക്റ്റ് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം കറക്റ്റ് ടാഗ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഭയങ്കര സൗണ്ടായിരിക്കും, ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും, ഭയങ്കര സൗണ്ടായിരിക്കും. നമ്മൾ കറക്റ്റ് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ നാട്ടിലത്തെ വെള്ളം അടക്കം നിറച്ച് അതിലേക്കാണ് ചെടി ഇറക്കി വെച്ചിരിക്കുന്നത്. വേറെ വെള്ളം ഒഴിച്ചിട്ടില്ല. സെയിം നമ്മുടെ നാട്ടിലത്തെ സെയിം, അതായത് ആ പ്ലാന്റ് കിട്ടുന്ന സെയിം ആ വെള്ളം തന്നെയാണ് നമ്മളതിനകത്ത് ഒഴിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ മോൾ ഭാഗം ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളം ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫിൽറ്റർ നമ്മൾ മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ മറ്റേ സെറാമിക് റിങ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളെന്തായാലും അതിനകത്ത് ഇടേണ്ടി വരും എന്തായാലും. കാരണം ബെനിഫിഷ്യൽ ബാക്ടീരിയാസിന് വളരാൻ വേണ്ടി സെറാമിക് റിങ്സ് ഇടുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമ്മൾ അതും കൂടി എടുക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ഫുൾ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. അക്വേറിയംസിലെ സോയിലും അതുപോലെ തന്നെ പ്ലാന്റ്സും എല്ലാം ഫുൾ പാക്കഡാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫിഷസിനെ കൊണ്ടുപോകുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാങ്ക് എസ്റ്റാബ്ലിഷ് ആയി വരാൻ കുറച്ച് സമയം പിടിക്കും. അതിന് ശേഷം മാത്രമേ നമ്മൾ ഫിഷസിനെ കൊണ്ടുപോകുന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ ഇപ്പോൾ അവസാനിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇനി ഫർദറായിട്ട് എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പ്രതീക്ഷിക്കാം.